ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ സിറ്റ് ഔട്ടിലുള്ള കുറച്ച് പ്ലാന്റ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കണത്. കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട് പോർഷനിലാകെ കുറച്ച് സ്ഥലമുള്ളൂ. ഇത് കണ്ടു, ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന കുറച്ച് പോർഷനാണ് ഈ കാണുന്നത്. നേരെ ഇറങ്ങുന്നത് തന്നെ റോട്ടിലേക്കാണ്. അപ്പോൾ അത് കാരണം പ്ലാന്റ്സൊക്കെ ഞാൻ സ്റ്റെപ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേണ്. നിറയെ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നടക്കാൻ വേണ്ടി ആകെ ഇത്തിരി സ്ഥലമുള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതൊരു കോമൺ വെറൈറ്റിയാണ്. അത് ഈ പോട്ടിൽ തിങ്ങി നിറഞ്ഞേക്കണേണ് കേട്ടോ. കുറേ ബേബി പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒരു സെയിൽ നടത്താൻ പറ്റാവുന്ന അത്രയും അഗ്ലോണിമ പ്ലാന്റ് ഈ കാണുന്ന ഇനത്തിൻ്റെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഡംകെയിനാണ്. ഇത് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതാണ് നമുക്ക് ഇങ്ങനെ സിറ്റ് ഔട്ടിലൊന്നും വെക്കില്ല. പക്ഷേ പിള്ളേരിങ്ങനെ വായിലൊന്നും ഇടാത്ത കാരണം ഞാൻ അവിടെ തന്നെ വെച്ചേക്കണേണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണല്ലോ. പിന്നെ ഇത് മൂന്നാമത്തെ സ്റ്റെപ്പിലായിട്ട് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും കലേഡിയോ കേട്ടോ ഞാൻ വെച്ചേക്കണേ. അപ്പോൾ എന്താണ് പണ്ടത്തെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കലേഡിയാണ് കൂടുതലും വെച്ചേക്കണത്. കലേഡിയത്തിൻ്റെ വെറൈറ്റീസാണ് കൂടുതൽ. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ഇതായിട്ടാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് റോയിൽ കലേഡിയം, അലേരിയ പ്ലാന്റ്സ്, പിന്നെ അഗ്ലോണിമ റെഡ്, ലിപ്സ്റ്റിക് അഗ്ലോണിമ, അങ്ങനെയാണ്. ഇത് അഗ്ലോണിമയാണ് കേട്ടോ. അഗ്ലോണിമയുടെ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ളതാണ്. ഇത് ഞാൻ കാണിച്ച കോമൺ അഗ്ലോണിമയാണ്. ഇത് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഉള്ളൊരു പ്ലാന്റാണ്. 3-4 വർഷത്തിൽ കൂടുതലായി ഒരു പ്ലേറ്റിലാണ് ഇത് വെച്ചേക്കുന്നത്. അധികം മണ്ണൊന്നുമില്ല, പക്ഷേ അത് നല്ലതുപോലെ പിടിച്ച് ആ വേര് മുഴുവൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. ഞാനിതപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ അഗ്ലോണിമ ഇതൊരു സെയിലിനുള്ള അത്ര അഗ്ലോണിമ ഇതെൻ്റെ കയ്യിലുണ്ട്. കുറേ ഉണ്ട്. എല്ലാം ഇങ്ങനെ പല പോട്ടിലേക്കാക്കി മാറ്റി വെച്ചേക്കണേ. നടാൻ മാത്രം ഉള്ളൂ, വെക്കാൻ സ്ഥലമില്ല. ഇതിപ്പോൾ കലേഡിയം തന്നെ പല തരത്തിലുള്ള കലേഡിയം ഒരു പൊട്ടി തന്നെ വെച്ചേക്കണേണ്. ഇത് റെഡ് കളറിലെ കലേഡിയമാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഞാനിങ്ങനെ മണി പ്ലാന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊരു ആർച്ച് പോലെ ഒരു കമ്പി വെച്ചിട്ട് അതിലേക്ക് കയറ്റി വിട്ടേക്കണേണ്. അത് ഒരു സൈഡിൽ കൂടി ഒരു കളറും ഒരു സൈഡിൽ കൂടി വേറൊരു കളറുമായിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ ഇത് ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ താഴെയായിട്ട് ഈ വൈറ്റ് വന്ന മണി പ്ലാന്റാണ് വെച്ചേക്കണത്. അപ്പോൾ 2 സൈഡിൽ കൂടിയും 2 കളറിലുള്ളതൊന്നും ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് കുറേ പ്രാവശ്യം ഇത് മറിഞ്ഞു വീണു കേട്ടോ. ഞാനപ്പോൾ അത് സ്റ്റിക്കൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ചേക്കണേണ്. ഇത് അലേരിയ, പിന്നെ കലേഡിയം. ഇതൊരു പോട്ടാണ് കേട്ടോ. വെള്ളമൊക്കെ വെക്കണ ഒരു മൺകുലോരുന്ന്. അത് പൊട്ടിയപ്പോൾ ഞാനതിന് കളറൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക് അഗ്ലോണിമ അതിൻ്റെ അകത്ത് നട്ട് വെച്ചു. ഏപ്രിൽ ലില്ലിയാണ്. അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. വെയിലത്തിരുന്നിട്ട് അത് കരിഞ്ഞു പോണ പോലെ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണ്. പിന്നെ ഇതൊക്കെ ഷെയ്ഡഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ കലാത്തിയുടെ ഷെയ്ഡഡ് പ്ലാന്റ്സ് ആണ്. അതെല്ലാം ഞാനിപ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ വെച്ചേക്കണേണ്. വെയിലത്തിപ്പോൾ ഈ പ്ലാന്റ്സ് ഒന്നും നമുക്ക് വെക്കാനേ പറ്റത്തില്ല. കാരണം അതിൻ്റെ ആ ലീവ്സിൻ്റെ അറ്റം മൊത്തം ഇങ്ങനെ കരിഞ്ഞ് യെല്ലോ കളറായി പോണേണ്. സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സിറ്റ് ഔട്ട് പ്ലാന്റ്സ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നട്ട പ്ലാന്റ്സ് ആയത് കാരണം ഞാനിവിടെ തന്നെ വെച്ചേക്കണേണ്. ഇതൊക്കെ ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയും സ്ഥലത്ത് ഞാൻ എനിക്ക് പറ്റാവുന്ന അത്രയും പ്ലാന്റ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പറ്റാവുന്നത് കൂടുതൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇതിൽ നല്ല ഭംഗിയായിട്ട് ഞാൻ സെറ്റ് ചെയ്താൽ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ കുറേ പോട്ട്സൊക്കെ എടുത്ത് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. വെയിലത്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ്സാണ് കേട്ടോ ഞാൻ മാറ്റിയേക്കണേ. ഇതൊന്നും നമുക്ക് അഗ്ലോണിമയൊന്നും ഒട്ടും നമുക്ക് വെയിലത്ത് വെക്കാനേ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ആർച്ച് പോലെ ഇങ്ങനെ ഞാൻ പിടിപ്പിച്ചേക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അതിലാണെങ്കിൽ മണി പ്ലാന്റ് നല്ലതുപോലെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ ആകെ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സ്ഥലത്ത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.